ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഗോൾഡൻ ഹൗസ് ഇൻ മലയാളം. അന്ന് നമ്മൾ കുറേ കൂണ് പറിച്ചില്ലേ? അപ്പോൾ നിങ്ങൾക്ക് എല്ലാം അത് പറിച്ച് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ വീഡിയോ ഇടാൻ കുറച്ച് താമസമായി. എനിക്ക് സുഖമില്ലാത്ത കൊണ്ട് സൗണ്ട് ഒന്ന് ശരിയായിട്ടെന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കൂണ് കുരുമുളക് ഫ്രൈ, അതായത് മഷ്റൂം പെപ്പർ ഫ്രൈ. ഇത് നല്ല ടേസ്റ്റാണ്. ശരിക്കും നിങ്ങൾ ഒരു പ്രാവശ്യം ഇതുപോലെ ഒന്ന് കഴിച്ച് നോക്കും. നേരത്തെ മസാല ഒരു ഗ്രേവി ടൈപ്പ് ഞാൻ ഇട്ടിട്ടുണ്ടാവും. ഇത് നല്ല രീതിയിൽ തന്നെ നമുക്ക് കഴിക്കാനും പറ്റും, നല്ല രുചിയും കൂടിയാണ്. അപ്പോൾ ഇത് ആദ്യമായിട്ട് നമുക്ക് പറിച്ച കൂണുകൾ ഒന്ന് വൃത്തിയാക്കാം. കുറേ കൂണ് പറിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ ഞാൻ ഇത്ര മാത്രമാണ് നമുക്ക് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം ഒന്ന് കഴുകിയ ശേഷം ഞാൻ വൃത്തിയാക്കുന്നു. നിങ്ങൾ വൃത്തിയാക്കിയ ശേഷം കഴുകിയാലും മതി. ഇങ്ങനെ ഇതിൻ്റെ തൊലി നമ്മൾ അതിൻ്റെ സ്കിന്ന് ലേശം അങ്ങനെ എടുക്കൂ. വരാത്തത് ഒന്ന് ഇങ്ങനെ കത്തി വെച്ചിട്ട് എടുക്കാം. ആദ്യമേ കഴുകിയത് കൊണ്ടാണ് നമുക്കിത് വരാത്തത്, അല്ലെങ്കിൽ നല്ല രീതിയിൽ തന്നെ അത് എടുക്കാൻ പറ്റും. ചില ആൾക്കാർ അത് എടുക്കാറില്ല എന്ന് പറയുന്നുണ്ട്, പക്ഷേ നമ്മൾ എടുക്കും. അതുകൊണ്ട് അതേ രീതിയിൽ തന്നെ നിങ്ങൾക്ക് ഞാൻ കാണിക്കാം. പിന്നെ നിങ്ങൾ എങ്ങനെ വെക്കുന്നോ അതുപോലെ വെച്ചോ. പക്ഷേ ഇതുപോലെ കറി വെച്ചിട്ട് നോക്കിക്കോ, നല്ല ടേസ്റ്റാണ്. എല്ലാവർക്കും നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ ഇതെല്ലാം വൃത്തിയാക്കിയ ശേഷം നമ്മൾ കുറച്ച് സമയം, ഒരു 10 മിനിറ്റെങ്കിലും മഞ്ഞ വെള്ളത്തിൽ ഇട്ട് വെക്കണം. ഇപ്പോൾ അത് കണ്ടോ, ഇതെല്ലാം വൃത്തിയാക്കി എടുത്തതാണ്. ഇത്രയും നമ്മളിത് സ്കിന്നും അതിൻ്റെ അടിയിലുള്ള നല്ലോണം മണ്ണുള്ള വേറെ മാത്രം കട്ടാക്കി എല്ലാം കളഞ്ഞു. അപ്പോൾ അത് എല്ലാം വേണ്ട നമുക്ക്. ഇത് മാത്രം എടുത്തിട്ട് ഞാൻ കുറച്ച് ഒരു ചൂടുവെള്ളം, ലേശം ഒരു ചൂട് ഉണ്ടാവില്ല, ചെറു ചൂടുവെള്ളം, അതിലാണ് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഇത് കുറച്ച് സമയം വെച്ചതാണ്. ഒരു 10 മിനിറ്റ് വെച്ചാൽ മതി. കളർ മാറിയെങ്കിൽ ഇത് കൂട്ടാൻ പാടില്ലെന്ന് പറയും. പിന്നെ എല്ലാ വീഡിയോസിലും പറയുന്ന പോലെ തീർച്ചയായിട്ടും ഇത് അറിയാത്തവർ കൂട്ടാൻ പാടില്ല, ഈ പറമ്പുകളിൽ പിടിക്കുന്ന കൂണ്. അല്ലാത്തവർ കടയിലുള്ളത് കൂട്ടാം. ഇത് ഇരുമ്പ് ചട്ടിയിൽ വെച്ചാൽ നല്ല രുചിയാണ്. ഉള്ളത് കൊണ്ട് ഞാൻ ഇരുമ്പ് ചട്ടിയിൽ വെച്ച്, ഇരുമ്പ് പാത്രത്തിൽ തേങ്ങാണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ച് അതിൽ പെരിഞ്ജീരകം ഇട്ട് കൊടുത്തെങ്കിൽ നല്ല ഒരു അത് പൊരിഞ്ഞ് വരും. അപ്പം നല്ല ഫ്ലേവർ ഉണ്ടാവും. അതിൻ്റെ കൂടെ 2-3 ഉണക്കമുളകും കുറച്ച് കറിവേപ്പിലയും അത് നല്ലോണം പൊരിഞ്ഞ് വരുമ്പോഴത്തേക്ക് 2 സവാള നല്ല പൊടിയായിട്ട് കട്ടാക്കി അത് ഇട്ട് കൊടുത്തു. അത് നല്ലോണം വഴറ്റി കൊടുക്കാം. എളുപ്പമാണ് ഇത് കറി വെക്കാൻ. ഇതിന് ഒരു പ്രത്യേക ഒരു പൊടിയുണ്ട്. 2 സ്പൂണ് നമ്മൾ കുരുമുളകും, 1 സ്പൂണ് ജീരകം, 1 സ്പൂൺ പെരുംജീരകം ഈ മെഷർമെൻറ്റിൽ ഞാൻ ചേർത്തിട്ടുണ്ട്. ഒന്ന് പൊടിച്ചെടുക്കാം. വറുക്കാൻ ഒന്നും ആവശ്യമില്ല, പച്ചക്ക് തന്നെ നമുക്ക് പൊടിച്ചെടുക്കാം. ഇങ്ങനെ പൊടിച്ചെങ്കിൽ നിങ്ങൾക്ക് പൊടി കുറച്ച് ഇട്ടാൽ മതി. നിങ്ങൾ എല്ലാം സമം 1 സ്പൂൺ കുരുമുളക്, 1 സ്പൂണ് ജീരകം, 1 സ്പൂൺ പെരുംജീരകം അങ്ങനെ എടുത്തെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ പൊടി ഇടാം നമുക്ക്. പക്ഷേ ഇങ്ങനെ ആകുമ്പോൾ കറക്റ്റ് എരിവെള്ളം ഉണ്ടാവും. ഞാൻ ഇങ്ങനെയാണ് ചേർക്കാറുള്ളത്. നിങ്ങളെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ മഞ്ഞൾ വെള്ളത്തിൽ ഇട്ട് വെച്ചത് 10 മിനിറ്റ് ആയി. ഞാൻ ഇന്നൊന്ന് പിഴിഞ്ഞെടുക്കണം. നമുക്ക് കുറച്ച് ഡ്രൈ പോലാണ് കുറച്ച് ചെയ്യാൻ പോകുന്നത്. നല്ലോണം ഗ്രേവി അല്ല ചെയ്യുന്നത്. ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ഉണ്ടെങ്കിൽ ചേർക്കാം. ഞാൻ ചതച്ച് ഫ്രഷായിട്ട് തന്നെ ചേർക്കുന്നുണ്ട്. ഈ സവാള നല്ലോണം വഴണ്ട് വരുമ്പോഴത്തേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും വഴറ്റി കൊടുക്കുക. ആ പച്ചമണം മാറുമ്പോഴത്തേക്ക് കുറച്ച് മല്ലിപ്പൊടി, ഒരു 1/2 സ്പൂൺ മല്ലിപ്പൊടി, 1/2 സ്പൂൺ മുളക് പൊടിയും 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് അതും ഒന്ന് മൂപ്പിച്ച് കൊടുത്തു. മല്ലിപ്പൊടി ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. അത് കുറച്ച് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ പിഴിഞ്ഞ് വെച്ചിട്ടുള്ള നമ്മൾ ഈ കൂണ് ചേർത്ത് കൊടുക്കാം. മഷ്റൂം നല്ലോണം ഇളക്കി കൊടുത്ത ശേഷം ഒന്ന് വെള്ളം തെളിച്ച് കൊടുത്ത് ഇങ്ങനെ കുടഞ്ഞു കൊടുത്താൽ മതി. അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ അതിൽ വെള്ളം ഇങ്ങനെ കുറേ വരും, അതുകൊണ്ട് ആവശ്യമില്ല. എന്നാലും ലേശം ഒന്ന് ഞാൻ കുടഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലോണം ഇത് വരട്ടി എടുക്കണം. അപ്പോഴാണ് അതിൻ്റെ നല്ല രുചി കിട്ടുക. അപ്പോൾ ഒന്ന് അടച്ചു വെച്ച ശേഷം നല്ലോണം അത് ഡ്രൈ ആക്കി എടുത്തു. അതിൽ നമ്മൾ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ മസാല, അത് ആവശ്യത്തിന്. ഇപ്പം ഞാൻ എല്ലാം തന്നെ ചേർക്കുന്നില്ല, ഇതിനാവശ്യമുള്ളത് മാത്രമാണ് ചേർക്കുന്നത്. ബാക്കി ഉണ്ടെങ്കിൽ നമ്മൾ ഓംലേറ്റ് ഉണ്ടാക്കുമ്പോൾ, പിന്നെ നമ്മൾ ചിക്കൻ, മട്ടൻ, ചുക്ക എല്ലാം ഉണ്ടാക്കുന്നില്ലേ, അതിൽ ഈ പൊടി ചേർത്ത് കൊടുക്കാം. നല്ല രുചിയാണ്. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. ശരിക്കും നിങ്ങൾ ഇതുപോലെ ഒരു പ്രാവശ്യം വെച്ച് നോക്കുക, നല്ല ടേസ്റ്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടം. ഇത് ദോശ, ഇഡ്ഡലി, ചപ്പാത്തി, അതേപോലെ ചോറിൻ്റെ കൂടെയും ബെസ്റ്റാണ്. നിങ്ങൾ ഒരു പ്രാവശ്യം വെച്ച് നോക്കിയിട്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം പറയണം കേട്ടോ. നല്ല ചൂട് ചോറിൽ ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഞൗട്ടി തിന്നാനും നല്ല രുചിയാണ്. നമ്മളെ പറമ്പിൽ പിടിച്ച കൂണ് തന്നെ വേണമെന്നില്ല, കടയിലുള്ളതിലും ചെയ്യാവുന്നതാണ്. ശരിക്കും ഇതുപോലെ വെച്ച് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കൂടി പറയണം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണാൻ വിചാരിക്കുന്നു. താങ്ക്